ഈ സംഭവം നടന്ന ശേഷം കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? സംഭവം നടന്ന ശേഷം കുട്ടി ഇന്നും മാനസികമായി ശാരീരികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കുട്ടി ഒരു 1.5 മണിക്കൂറോളം ആ സ്കൂളിൻ്റെ ബാത്റൂമിൽ വിവസ്ത്രയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ വിവസ്ത്രയായിട്ട് പെട്ടെന്ന് ഡ്രസ്സില്ലാതെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് തന്നെ അവൾ തളർത്തുന്ന ഒരു നടപടി തന്നെയാണ്. അതിൽ നിന്ന് അവൾ ഇന്നും ആ ഒരു പേടി എൻ്റെ കൂട്ടുകാരിൽ നിന്ന് അനുഭവിച്ചിട്ട് ഞാനത് എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യും. അവൾ ഉറങ്ങണ ഉറക്കത്തിൽ പോലും അവൾക്ക് പേടിയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വസ്ത്രമില്ലാണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് പോലും നമ്മളെ എന്താ പറയുക, നമുക്കൊരു നാണം മറയ്ക്കാൻ ഒരു തുണി എടുത്ത് തരാൻ പോലും ഉണ്ടായിരുന്നില്ല. അവൾ കേൾക്കേണ്ടി വന്ന പരിഹാസങ്ങൾ കുറേയാണ് അതിൽ നിന്ന്. പിന്നീട് അവൾക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ അതായത് അമ്മ എന്നുള്ള നിലക്ക് ഞാൻ അവളെ വെച്ചിട്ട് സാമ്പത്തികമായിട്ടും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വ്യാപകമായിട്ടുള്ള രീതിയിൽ നിന്നാണ് സ്കൂൾ PTA-യും സ്കൂളിൽ നിന്നുള്ള എല്ലാ അധ്യാപകരും ചേർത്ത് നമുക്ക് പറയുന്നില്ല, നല്ല ചേർത്ത് പിടിച്ച ഒത്തിരി അധ്യാപകരുണ്ട്. സ്കൂളിലെ ഇവളെ ക്ലാസ്സിലെ പ്രധാന അധ്യാപകനായിട്ടുള്ള ശ്രീകാന്ത് എന്ന് പറഞ്ഞ സാറും ജിഷ മാഡം ഒക്കെ പറയുന്നത്, അവരുടെ സ്കൂൾ PTA നടന്ന ദിവസങ്ങളിലാണെങ്കിൽ പോലും പറയുന്നത്, ആ അമ്മ ചിരിച്ചും കളിച്ചൊക്കെ വർത്തമാനം പറയേണ്ടത് അത് അവരുടെ സ്ഥിരം നടപടിയാണ്. അത് അവർ കാശ് മേടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതൊക്കെ എൻ്റെ മോൾ അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിലും കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിക്കൊണ്ട് തന്നെ അമ്മമാർക്ക് അറിയാം ഒരു മക്കളെ എത്രത്തോളം കഷ്ടപ്പെട്ട അമ്മ ചേർത്ത് പിടിക്കണമെന്നുള്ളത്. ഇത്തരം സാമ്പത്തിക ആക്രമണങ്ങൾ കൂടാതെ തന്നെ നമ്മളെ മാനസികമായിട്ടും തളർത്തുന്ന തരത്തിലാണ്. ഈ ചെയ്ത കുട്ടികളെല്ലാം പുറത്ത് സുന്ദരമായിട്ട് ഇരിക്കും. അവരുടെ മോഡൽ പരീക്ഷ പോലും എഴുതാൻ പറ്റിയിട്ടില്ല. ഒരു കുട്ടിക്ക് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് അവർ കണക്കൂട്ടുന്ന 10ാം ക്ലാസ്സിലൊരു പരീക്ഷയാണ്. എന്ന് വെച്ചാൽ മുകളിലേക്കൊരു ക്ലാസ്സിലേക്ക് പോകണമല്ലോ. ആ പരീക്ഷയുടെ ഏറ്റവും പടിവാതൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടാക്കിയ ഈ നായ്ക്കരണപ്പൊടി ഇട്ട് അതിൻ്റെ ജീവിതം തന്നെ കെടുത്തിക്കളയാവുന്ന തരത്തിലേക്ക് ഇട്ടേക്കണത്. അത് അനുഭവിക്കണ പ്രയാസം വരെയാണ്. ഇന്നും ഒത്തിരി മരുന്ന് അതിൻ്റെ ശരീരത്തിൽ കയറിയിട്ട് അതിന് നിവർന്ന് നിൽക്കാനോ എടുക്കാനോ എഴുന്നേൽക്കുമ്പോൾ നല്ല ക്ഷീണമാണ് അതിന്. ഇപ്പോൾ സ്കൂളുകാർ നമ്മളുടെ അടുത്ത് ചോദിക്കണം ഇതിന് വേറൊരാളെ വെച്ച് പരീക്ഷ എഴുതണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതും ആ കൊച്ചിന് ക്ഷീണമാണ്. അത് ചോദിക്കണത് അമ്മ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹമല്ലേ എനിക്കൊരു പരീക്ഷ എഴുതണമെന്നുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് എഴുതാൻ പറ്റാണ്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ ആ കൊച്ചു അഭിമുഖീകരിക്കുന്ന മാനസിക വെല്ലുവിളികളാണ്. ഇതൊന്നും എവിടേക്കാണ് ഇതിൽ പരാതി കൊടുത്തിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട്? ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഉൾപ്പെടുന്ന തൃക്കാക്കര ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ്. അവിടുത്തെ കൊടുത്ത നടപടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏകദേശം ചാനലിലൂടെ എല്ലാം പറഞ്ഞറിഞ്ഞ് ഒരു കഥ പോലെ ആയിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സമയത്ത് നമ്മളോട് മറ്റു ചുറ്റും നിന്ന എല്ലാ പോലീസുകാരും നമ്മളുടെ കഥ കേൾക്കുകയും നമ്മളോട് പറഞ്ഞ അനുഭവം ഉണ്ടായതെന്നു മനസ്സിലാക്കി എടുക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിലുണ്ടായിരുന്ന ഒരു ബിജു വർഗീസ് എന്ന് പറഞ്ഞ പോലീസുകാരൻ പറയാണ്, ഈ സംഭവമല്ല, ഇത് നിസ്സാരമാണ്, ഇതൊക്കെ ഞങ്ങളെ ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞ സാറും ജിഷയും വിളിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി ഒരു 10 മണിക്കൊരു ഒരമ്മ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ പരാതിക്ക്, അതൊരു പെൺകൊച്ചിന് വേണ്ടിയിട്ട് ചെന്ന് പറഞ്ഞ പരാതിക്ക് ഇത്രയും കാര്യമാണ് ആ നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് ആദ്യം ഉണ്ടായത്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ഒരു പരിഹാസം പോലെയാണ് അവിടെ നിന്ന്. പിറ്റേ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഫോണിലൂടെ പറഞ്ഞു, സാറേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി മകളെയും കൂട്ടി വീട്ടിലേക്ക് വരാണ്, എൻ്റെ മക്കളെയും കൂട്ടി വന്ന് എനിക്ക് അങ്ങടേക്ക് വരാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ സാറില്ല, നിങ്ങളെപ്പോഴാണോ പറ്റണമെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഫോണിലൂടെ കേൾക്കാനൊന്നും പറ്റില്ല, മറ്റ് അധ്യാപകരും PTA-യുടെ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ 2 മക്കളെയും കൂട്ടി സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ മറ്റുള്ള ചുറ്റും ഇരിക്കണ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കണ ഇവരോടെല്ലാം ചേർന്ന് ഞാൻ നിന്ന് അവർ പറയണത് എന്താണോ അതിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കണം. അതായത് സെറ്റിൽമെൻറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലൊരു അമ്മ ഒരിക്കലും നിയമത്തിന് വേണ്ടി പോകരുത്, നിയമത്തിൻ്റെ സഹായം തേടരുത്, മുന്നോട്ട് പോകരുത്. ഞാനും BA എക്കണോമിക്സ് പഠിച്ച ഒരു 2010-15 കാലഘട്ടങ്ങളിൽ തൃക്കാക്കര നഗരസഭയുടെ കീഴിലുണ്ടായിരുന്ന ഒരു കൗൺസിലറാണ്. അതേപോലെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ ഒരാളോട് പോലും യാചിക്കാനല്ല പോണം, നിയമമാണ് ഞാൻ യാചിക്കണം, എൻ്റെ കുട്ടിക്കുള്ള നീതിയാണ് ഞാൻ യാചിക്കുന്നത്. ഇതിലിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടോ? എന്താണ് ഇപ്പം നിങ്ങൾ കുടുംബത്തിൻ്റെ ആവശ്യം? തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേരിൽ നിന്ന് മാധ്യമങ്ങൾ വഴിയിലൂടെ അറിഞ്ഞിട്ടാണെങ്കിലും ഒരു ഇടപെടലുണ്ടായിട്ടുണ്ട്. ഇന്നലെ DO വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നും തികച്ചും ന്യായം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ കുട്ടിക്കുണ്ടായ നടപടിയിൽ അവർ വേണ്ട നടപടികൾ എടുക്കുകയും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ഈ അധ്യാപകർക്കെതിരെ, അതായത് ഈ കാണിച്ച ശ്രീകാന്ത്, ജിഷ, ഈ 2 അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് അവരോട് പെരുമാറിയത്. ആ അധ്യാപകരെ നീക്കി നിർത്തിക്കൊണ്ടൊരു സമഗ്ര അന്വേഷണം ആ സ്കൂളിൽ വെക്കുകയും വേണം. പിന്നെ ഈ ചെയ്ത കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ തക്കതായിട്ടുള്ള ശിക്ഷയോ കൗൺസിലിങ്ങോ എന്താണെന്ന് വെച്ച് നടത്തി മുന്നോട്ട് കൊണ്ടുവരണം. ഈ സ്കൂളിൽ ഒരു ഗവൺമെൻറ് സ്കൂളാണ്. ഒരു ഗവൺമെൻറ് സ്കൂൾ ഒരു സമൂഹത്തിൻ്റെ മൊത്തം ഒരു ബാധ്യതയായി മാറരുത്.
പക്ഷേ അതൊരു സ്വത്തായി മാറണം. അത്തരത്തിലേക്ക് ഒരു ഗവൺമെൻറ് സ്കൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല, ആരോഗ്യ വകുപ്പിൻ്റെയും കൂടി ശ്രദ്ധയിലേക്ക് വരണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള നായ്ക്കരണ പൊടി വിഷമല്ല, ഇതൊരു തരം മുള്ളാണ്. ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കയറിപ്പോയി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ലിംഗാവയവങ്ങളിലെല്ലാം കയറി പറ്റിക്കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും കുട്ടിക്ക് മറ്റേ അവരുടെ റീപ്രൊഡക്ഷൻ ഏരിയനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള കുട്ടിക്ക് തലമുറയെ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു ശേഷി വരെ നിന്ന് പോകാവുന്ന ഒരു തരത്തിലേക്കാണ്. അപ്പോൾ ഇത്തരം പ്രവണതകൾ ഏറ്റവും ശ്രദ്ധിച്ച അധ്യാപകർ നടപടിയെടുക്കണം. ചുരുക്കം ഒരു വടിയെടുത്ത് തല്ലി കിടത്തുന്ന നടപടിയല്ല, ഏറ്റവും മോശമായ തരത്തിലേക്ക് ആ ഒരു പ്രവണതയെ തന്നെ കെടുത്തിക്കളയണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നു. തക്കതായ നടപടി എടുക്കണം.